ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവരും എന്ത് പറയുന്നു? ഇവിടെ ഇപ്പോൾ 8 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ രാവിലത്തെ പരിപാടിയിലാണ്. രാവിലെ ഇന്ന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വയ്ക്കുക കേട്ടോ. അതിനകത്തോട്ട് ഞങ്ങൾ അയമോദകം ഇടുന്ന. നിങ്ങളെല്ലാവരും എന്താ ഇടുന്നത്? അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഇച്ചിരി ചായ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള ഇത് വെച്ച് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഇന്നലെ അരച്ച് വെച്ചായിരുന്നു ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇഡലി സാമ്പാറും ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് അപ്പോഴത്തേക്കും നന്നായിട്ട് മാവ് പൊങ്ങി വന്നായിരുന്നേ. അത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാമെന്ന് വെച്ചു. ആദ്യം സാമ്പാർ റെഡിയാക്കിയിട്ട് ഇഡലി ഉണ്ടാക്കാം. അപ്പോഴത്തേക്കും ചായ തിളച്ച് വരുന്നു. ഇവിടെ ഞങ്ങൾക്ക് നല്ല കടുപ്പമൊന്നും വേണ്ട കേട്ടോ. ചെറിയ ലൈറ്റായിട്ടുള്ള ചായ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇച്ചിരി തേയില ഇടുന്നുള്ള. ചായ ആയപ്പം ഇനിയും അടുത്ത സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനകത്തോട് ഞാൻ തോമര കുക്കറിനകത്ത് തന്നെ ഇട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഞാൻ ഇന്ന് ഇവിടെ എന്തൊക്കെയുണ്ട് ആ പച്ചക്കറി മാത്രം എടുത്ത് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതിനകത്ത് മുരിങ്ങയ്ക്കൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിപ്പോൾ ഇല്ല, അതുകൊണ്ട് ഇടുന്നില്ല. ഇവിടെ ലോക്കി, കിഴങ്ങ്, തക്കാളിക്ക, പകുതി സവാള ഇതൊക്കെയായിരുന്നു കേട്ടോ. ശരിക്കും നാട്ടിലൊക്കെ വലിയ വെള്ളരിക്ക കിട്ടും. പക്ഷെ ഇവിടെ വെള്ളരിക്ക വലുത് കിട്ടാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ. ഇതെല്ലാം സ്ക്വയർ ഷേപ്പിലരിഞ്ഞ് കുക്കറിനകത്തിട്ട് തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാനാട്ടോ. ഞാനിവിടെ ഈ തൊലി കളഞ്ഞിട്ട് ഉടനെ അങ്ങ് കഴുകിയിട്ടെടുക്കും. അല്ലാതെ മൊത്തം മുറിച്ചിട്ടല്ല കഴുകുന്ന കേട്ടോ. മൊത്തം മുറിച്ചിട്ട് കഴുകിയ ഗുണം പോകുന്നല്ലയോ പറയുന്നത്. ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടെ പച്ചക്കറിയുടെ മേളിൽ നിൽക്കുന്ന അത്ര വെള്ളം കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കും. തൊമരയ്ക്ക് നല്ല വേവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 7-8 വിസിലടുപ്പിക്കും. വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡലി റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഇതാ ചൂടുവെള്ളം തിളച്ച് കേട്ടോ. ഇപ്പം ഇഡലി തട്ടിൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് മാവൊക്കെ കോരി ഒഴിച്ചു. അവിടെ ഇട്ടുന്ന ഇഡലി റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് സാമ്പാറിൻ്റെ എല്ലാം റെഡിയാക്കി എടുക്കാൻ ബാക്കി. ഇഡലിയൊക്കെ റെഡിയായി. ഇനി സാമ്പാറിൻ്റെ ബാക്കി ഉള്ള പൊടികളൊക്കെ ചേർക്കണം. ഞങ്ങൾക്കിവിടെ കുഴഞ്ഞിരിക്കുന്ന സാമ്പാറായിട്ട് ഇഷ്ടം. അതുകൊണ്ട് നന്നായിട്ട് പച്ചക്കറിയൊക്കെ മിക്സായിട്ട് നല്ല കുഴഞ്ഞിരിക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഇട്ടിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അത് ഈ ഒരു പച്ച മണം മാറുന്നിടം വരെ വറുത്തെടുക്കണം. കളറൊന്ന് ചെറുതായിട്ട് മാറുന്നിടം വരെ വറുത്തെടുക്കും കേട്ടോ ഞാൻ.
അത് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അടുത്ത ഇഡലി റെഡിയായിരുന്നു. അപ്പോഴത്തേക്കും ഇത് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത് പുളി ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ പെട്ടെന്ന് ഇച്ചിരി പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. എന്നിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടു മാത്രമേ പൊട്ടിച്ചെടുത്തുള്ളൂ. വറ്റൽമുളകിട്ടാൽ കുഞ്ഞ് കഴിക്കത്തില്ല, അവൻ എരി പോകും. അപ്പോഴത്തേക്ക് സാമ്പാറും റെഡിയായി കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. എങ്കിൽ ശരി, നാളെ കാണാം. ബൈ.